പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം. പരീക്ഷ എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞതും അവധിക്കാലം എങ്ങനെ ചെലവഴിക്കണമെന്ന് പറഞ്ഞതും പുതിയ അധ്യയന വർഷത്തിൽ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പങ്കുവച്ചത് പലർക്കും ഇഷ്ടമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലരുടെയും നല്ല അഭിപ്രായങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ലഭിക്കുകയുണ്ടായി. എന്നാൽ ഈ അവധിക്കാലത്ത് നിരവധി കുഞ്ഞുങ്ങളെ കൊണ്ട് മാതാപിതാക്കൾ എന്റെ അടുക്കൽ കൌൺസിലിംഗിനായിട്ട് വരികയുണ്ടായി. അല്ല, ഫോണിൽ കൂടി വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കൌൺസിലിംഗ് നടത്തിയ ആളുകളുണ്ട്. അവിടെയെല്ലാം കുഞ്ഞുങ്ങളോട് വ്യക്തിഗതമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അച്ഛൻ ചെയ്യേണ്ട വലിയൊരു കാര്യമുണ്ട് അച്ഛാ, അത് ഞങ്ങൾക്കുള്ള കൌൺസിലിംഗ് അല്ല, ഞങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു കൌൺസിലിംഗ് നൽകണം. അതുകൊണ്ട് തന്നെ ഒരല്പസമയം എന്നെ സ്നേഹിക്കുന്ന എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മാതാപിതാക്കളായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ 1-2 ചിന്തകൾ പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് പുതിയ വർഷം ആരംഭിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒന്നാമത്തെ ദൌത്യം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകേടുകൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കുക. അതിന് വിപരീതമായി നിങ്ങളുടെ എന്തോ സ്ഥാപിത താല്പര്യങ്ങൾ ഒരു കാരണവശാലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോഴാകട്ടെ, ഒരു പുസ്തകം തിരഞ്ഞെടുക്കുമ്പോഴാകട്ടെ, ഒന്നിലും നിങ്ങളുടേതായ താല്പര്യങ്ങൾ അവരുടെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിക്കുകയല്ല. നല്ല ബുദ്ധിയുള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ താല്പര്യങ്ങൾ അവരെ കൊണ്ട് പറയിക്കണം. വേണ്ട എന്ന് നിങ്ങൾ പറയല്ല, വേണ്ട എന്ന് അവരെ കൊണ്ട് പറയിക്കലാണ് നിങ്ങളുടെ കഴിവ്. അത് പ്രത്യേകിച്ച് ഓർക്കണം. രണ്ടാമതായിട്ട് അവർക്ക് നന്മയും തിന്മയും പറഞ്ഞു കൊടുക്കുക. നന്മ ഇന്നതാണ്, തിന്മ ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കുക. അവർക്ക് നന്മ തിരിച്ചറിയുന്ന രീതിയിൽ നന്മ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അല്ലാണ്ട് വന്നാൽ അതവരത് നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതായിട്ട് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. മൂന്നാമതായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തുക. കഴിവതും രാവിലെയും വൈകിട്ടും ഒക്കെ അവരോട് സംസാരിക്കണം. അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ നല്ല ബന്ധം അവരോട് പുലർത്തണം. നിങ്ങൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകുമ്പോൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ടോ, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ ഒരു ഉമ്മ തന്നു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങളുടെ വലിയ പദവികളൊന്നും നഷ്ടപ്പെടില്ല. വളരെ നിസ്സാരമായിട്ട് അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയണം. അത് അവരുമായിട്ടുള്ള വ്യക്തിബന്ധം കൂടുതൽ പുലർത്തുമ്പോഴാണ് അവർ നിങ്ങളെ ഇച്ചിരി അടുത്ത് വരികയും നിങ്ങളുടെ അടുക്കൽ അവരുടെ വിഷമങ്ങൾ പറയണമെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു. അതുണ്ടാക്കിയെടുക്കണം. ഒരു കൌൺസിലർ അല്ല, അതിനേക്കാൾ ഉപരിയാണ് ആ ഒരു റോള്. നാലാമതായിട്ട് അരുതാത്തത് നൽകരുത്. അത് മൊബൈൽ ഫോൺ ആകട്ടെ, കമ്പ്യൂട്ടർ ആകട്ടെ, എന്താകട്ടെ, അരുത് കൊള്ളത്തില്ല. അത് കുഞ്ഞുങ്ങളെ നശിപ്പിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണെങ്കിൽ, അത് ബൈക്ക് ആയിക്കോട്ടെ, ഏതുമായിരുന്നാലും കുഞ്ഞുങ്ങളെ നശിപ്പിക്കുമെന്ന് ഉറപ്പുള്ളത് നിങ്ങൾ അവർക്ക് നൽകാതിരിക്കുക. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ ഒരു റെഗുലർ കോണ്ടാക്ട് ടീച്ചേഴ്സുമായിട്ടുണ്ടാകണം, സ്കൂളുമായിട്ടുണ്ടാകണം. ഞാനും ഒരു അധ്യാപകനാണ്, ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. എനിക്ക് ഒരിക്കലും ദേഷ്യം തോന്നാറില്ല എന്റെ കുട്ടികളുടെ മാതാപിതാക്കൾ വന്ന് എന്നോട് സംസാരിക്കുന്നത്. കുട്ടികളെ കുറിച്ച് മാതാപിതാക്കൾക്ക് അത്രയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അറിയാണ്ട് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാവും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഫോണിൽ കോണ്ടാക്ട് ചെയ്യണം. മാസത്തിൽ ഒരിക്കലെങ്കിലും പേരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് വിളിച്ചില്ലെന്നല്ല, നിങ്ങൾ നേരിട്ട് പോയി കാണണം ടീച്ചേഴ്സിനെ. അവിടെ കുട്ടികളെ കുറിച്ച് മാതാപിതാക്കൾക്ക് അത്ര ഉത്തരവാദിത്വം ഉള്ളപ്പം സ്വാഭാവികമായിട്ടും ടീച്ചേഴ്സിന് അതിനപ്പുറം ഉത്തരവാദിത്വം ഉണ്ടാവും. കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും അധ്യാപകരെ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒന്നും പറയരുത്. നിങ്ങൾക്ക് വ്യക്തിഗതമായി പറയണം, അച്ഛാ സാറേ ഇന്ന കാരണത്താൽ ആ കുഞ്ഞിനെ അടിച്ച് ശരിയായില്ല, നിങ്ങൾക്ക് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ കുട്ടികളുടെ മുന്നിൽ വെച്ച് പറയരുത്. കുട്ടികളുടെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ അതോടുകൂടി നിങ്ങളുടെ ആ അധ്യാപകർ നിങ്ങളുമായിട്ടുള്ള വ്യക്തിബന്ധം നിലനിൽക്കും. അടുത്തതായിട്ടുള്ളത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ കീനായിട്ട് ഒബ്സർവ് ചെയ്യണം. അവരുടെ ബാഗ് പരിശോധിക്കണം, അവരുടെ ബുക്ക് പരിശോധിക്കണം. അതിനൊന്നും ഒരു തെറ്റുമില്ല. കുഞ്ഞുങ്ങളെ ചിലപ്പോൾ പറയായിരിക്കും, ഞങ്ങളുടെ പേരൻസിന് എന്താ ഇത്ര സംശയം. ആയിക്കോട്ടെ, നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ മുറി അടച്ചിട്ട് പഠിക്കണേ, എന്നതിന് മുറി തുറന്നിട്ട് പഠിച്ചാൽ മതി. നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഇരിക്കാം, ഇടയ്ക്ക് നിനക്ക് വന്ന് ഞാൻ നോക്കാം. ഇങ്ങനെ തന്നെ കീൻ ഒബ്സർവേഷൻ. ഇത് ഇന്നത്തെ കാലഘട്ടമായിട്ട് ഞാൻ കൂടുതൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല. കീനായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് കഴിയണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ വീട്ടിലെ എന്തെങ്കിലും വ്യക്തിബന്ധമായി, ഞാനൊരു അച്ഛനായിട്ട് പറയാം, കല്യാണമോ അങ്ങനെയൊക്കെയുള്ള വരുന്ന സമയത്ത് ദയവായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ അതിനകത്ത് ഇടപെടുത്തരുത്. കല്യാണമൊക്കെ അതിന്റെ തലത്തിൽ നടന്നോളും. അതിന്റെ ആർഭാടത്തിൽ ചെന്ന് മുഴുകാനുള്ളതല്ല പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ സമയം. ഒരു കാരണവശാലും ആബ്സെന്റിസം ഉണ്ടാകരുത്. ആബ്സെന്റിസം അബദ്ധത്തിലെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഉണ്ടാവുകയാണെങ്കിൽ പ്രയർ പെർമിഷൻ നേരത്തെ ടീച്ചേഴ്സിനെ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ഫോണിൽ കോൺടാക്ട് ചെയ്ത് ടീച്ചറെ ഇന്ന് വരാൻ കഴിയുന്നില്ല, അത് വളരെ വ്യക്തിബന്ധമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അവിടെ ഇവിടെയും ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നതൊക്കെ നിങ്ങൾക്ക് തടയാനായിട്ട് സാധിക്കും.
അതുകൊണ്ട് ഏത് കാരണവശാലും കുഞ്ഞ് ആബ്സെന്റ് ആകുന്നു എന്ന് തോന്നിയാൽ അത് ടീച്ചേഴ്സിനെ വിളിച്ച് പറയണം. അങ്ങനെ വരുമ്പം ടീച്ചേഴ്സ് കുഞ്ഞുങ്ങൾ ആബ്സെന്റ് ആകുവാണെങ്കിൽ നിങ്ങളെയും വിളിച്ചു പറയും, എന്താണെന്നറിയില്ല ഇന്ന് കുഞ്ഞ് ആബ്സെന്റ്. അപ്പൊ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എട്ടാമതായിട്ട്, അറിഞ്ഞോ അറിയാതെയോ ഈ ആവശ്യമില്ലാത്ത സീരിയൽ കാണൽ നിർത്തണം. ഈ ആവശ്യമില്ലാത്ത സീരിയൽ കാണുന്ന പ്രൈം ടൈം എന്ന് അവര് തന്നെ പറയുന്നത് 6 മണി മുതൽ 9 മണി വരെയുള്ള പ്രൈം ടൈമില് അവർക്ക് സീരിയൽ കച്ചവടം നടത്തിയേ പറ്റുള്ളൂ. ഏത് ചാനലുകാരനായിക്കോട്ടെ, അവനത് കച്ചവടം നടത്തിയേ പറ്റുള്ളൂ. ആ കച്ചവടത്തിന് നിന്നു കൊടുക്കാനുള്ള കച്ചവട ചരക്കല്ല നിങ്ങളെ കുഞ്ഞുങ്ങളും നിങ്ങളും. നിങ്ങൾ ചേർന്ന് പറയട്ടെ, ഒരു മാതാവ് അല്ലെ ഒരു പിതാവ് അന്നേ ദിവസം അന്നത്തെ പത്രം എടുത്തോണ്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ അടുത്ത് പോയിരുന്ന് പഠിച്ചു നോക്കി. നിങ്ങൾ അവനെ ഒരു വഴക്കും പറയണ്ട, അവളെ ഒന്നും പറയണ്ട, അവൻ അറിയാണ്ട് പഠിച്ചു തുടങ്ങും. ആ കാര്യം പ്രത്യേകം ഓർപ്പിക്കുക. 9ാമതായിട്ട് പറയാനുള്ളത്, നല്ല പുസ്തകങ്ങളും നല്ല നോട്ട്ബുക്കും നല്ല ബാഗും നല്ല പേനായും നല്ല പെൻസിലും വില ഇച്ചിരിയെ കൂടത്തുള്ളൂ. വളരെ ചുരുങ്ങി ഒരു 100-150 രൂപയുടെ വ്യത്യാസമേ വരുള്ളൂ. ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുന്നെങ്കിൽ 1 വർഷത്തേക്ക് അത് ശക്തമായ ഊർജമായി മാറും. അതുകൊണ്ട് ഏറ്റവും നല്ലത് നോക്കി സെലക്ട് ചെയ്യാം. മാതാപിതാക്കളെ കുറിച്ച് കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ പരാതിയാണ് കമ്പാരിസൺ. ആവശ്യമില്ലാത്ത കമ്പാരിസൺ വേണം. കമ്പയർ ചെയ്യണ്ടെന്ന് ഞാൻ പറയില്ല, കമ്പയർ ചെയ്യാം. പക്ഷെ ആവശ്യമില്ലാത്ത കമ്പാരിസണിലേക്ക് പോകുമ്പം ഒരു കാരണവശാലും കുഞ്ഞിനത് പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യില്ല, നെഗറ്റീവ് എനർജിയാണ്. നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യിച്ചോ, എന്നാൽ അവസാനത്തിന് നിർത്തുമ്പോൾ ഒരു പോസിറ്റീവ് പറഞ്ഞു നിർത്താനായിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ വീട്ടിൽ മദ്യപിക്കുന്നവരുണ്ടാകാം, നിങ്ങളുടെ കുതിഞ്ഞുണയും പറയുന്നവരുണ്ടാകാം. ഇതൊരിക്കലും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് പാടില്ല. അതിന് കാരണം ഇത് കേൾക്കാനും അവരുടെ സ്വസ്ഥത നശിക്കാനും ഇടയായിത്തീരും. അവരുടെ സ്വസ്ഥത നശിക്കും. നിങ്ങൾ മദ്യപിച്ചുണ്ടാക്കിയെടുക്കുന്ന പ്രശ്നം അവരുടെ സ്വസ്ഥത നശിപ്പിക്കാനായിട്ട് ഇടയാകും. മക്കൾക്ക് സൗന്ദര്യം ഉണ്ടാകുന്ന തെറ്റില്ല. അത് പെൺകുഞ്ഞായിക്കോട്ടെ ആൺകുഞ്ഞായിക്കോട്ടെ, മക്കൾക്ക് സൗന്ദര്യം ഉണ്ടാകുന്ന തെറ്റില്ല. പക്ഷേ ഈ മക്കൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് ഭാവിക്കുകയും ആ ഭാവം വെച്ചോണ്ട് സ്കൂളിലേക്ക് വിടുമ്പോൾ ഒരുപാട് ഡെക്കറേഷൻ, കാതൽ, ഇവിടെ ഇരിക്കുന്ന കമ്മലും അങ്ങനെയുള്ളത് കൊടുത്തുവിട്ട് ഒത്തിരി പെയിന്റും ഒക്കെ അടിച്ച് വിടുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കോൺസെൻട്രേഷൻ പഠനത്തിൽ നിന്ന് മാറി സൗന്ദര്യത്തിലായിട്ട് മാറും. മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്ക്, നിങ്ങൾക്ക് വഴക്കിടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ വഴക്കിടേ വഴക്കിട്ടു, അത് എന്റെ വിഷയമല്ലല്ലോ. നിങ്ങൾ വഴക്കിടുന്നത് നിങ്ങളുടെ മുറിയിൽ ചെന്ന് രഹസ്യമായിട്ടായിരിക്കണം. പരസ്യമായി കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് വഴക്കിടരുത്. വഴക്കിട്ട് കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങളെ ഒരുപാട് ബാധിക്കും. അവസാനമായി പൈസ. കുഞ്ഞുങ്ങൾക്ക് പൈസ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പൈസ കൊടുക്കുക തന്നെ വേണം. അവരുടെ ആവശ്യത്തിന് വേണ്ട പൈസ അവർ കൊടുത്തു വേണം. പക്ഷെ 50 പൈസയ്ക്ക് പോലും നിങ്ങൾ കണക്ക് ചോദിച്ചിരിക്കണം. ഇത് എന്തിനു ചെലവഴിച്ചു? നിനക്ക് മുട്ടായി മേടിക്കണോ? നീ മേടിച്ചോ. നിനക്ക് വല്ലതും കഴിക്കണോ? നീ കഴിച്ചോ. പക്ഷെ ഐ വോണ്ട് ടു ഗെറ്റ് ദ എക്സാക്ട് സ്റ്റേറ്റ്മെന്റ്. അത് യാതൊരു മാറ്റം ഉണ്ടാകരുത്. അത് കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനല്ല, നല്ലതാക്കാനാണ്. ഈ അധ്യയന വർഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവനും ഊർജസ്സും തേജസ്സും ഒക്കെ നമ്മുടെ പ്രതീക്ഷയൊക്കെ ആയിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി വരാൻ വേണ്ടി ഇത്ര കാര്യങ്ങൾ മാതാപിതാക്കളുടെ ശ്രദ്ധിക്കാം. തുടർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നല്ല കൗൺസിലിംഗ് പഠിച്ചിട്ടുള്ള ആളുകളുടെ അടുക്കൽ നമുക്ക് സഹായം തേടാം. എല്ലാ ആശംസകളും. നന്ദി.